ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദായകം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകർക്ക് ഡിവൈൻ വോയിസ് ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ നല്ല ഈശോയെ, ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരായിരിക്കുന്ന ഇടങ്ങളെ ആശീർവദിക്കണമേ. അവിടുത്തെ കൃപകൾ ഇവരിലേക്ക് നിറയ്ക്കണമേ. അടയ്ക്കപ്പെട്ട ഹൃദയങ്ങളെ തുറക്കണമേ. നിരാശ ഇവരിൽ നിന്ന് മാറ്റണമേ. സങ്കടങ്ങൾ മാറ്റണമേ. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ഉയർത്തണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ് ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലും വചന ഗുരുക്കന്മാരും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു വചനമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. വളരെ ശക്തമായിട്ടുള്ളൊരു വചനം. ഈ വചനമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ദിനവൃത്താന്തങ്ങളുടെ 1-ാമത്തെ പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം തിരുവചനങ്ങളാണ്. വചനത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്: യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു: ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെയായിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ വചനം ദൈവം കേൾക്കുന്ന വചനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ള വചനമാണ്. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഇനി മുതൽ ഈ വചനം പ്രാർത്ഥിക്കാനായിട്ട്. അർത്ഥമറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിധം പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന ദൈവം ഉറപ്പായും കേട്ട് നിന്നെ അനുഗ്രഹിക്കും. നമ്മൾ ഇവിടെ കാണുന്ന യാബസ് എന്ന വാക്കിൻ്റെ അർത്ഥം വേദനയിൽ ജനിച്ചവൻ എന്നാണ്. യാബസ് വേദന. അവനെ മറ്റുള്ളവർ യാബസ് എന്ന് വിളിക്കുമ്പോൾ ശരിക്കും വേദന എന്നാണ് വിളിക്കുന്നത്. അവനോട് പറയുകയാണ്, നീ വേദനയാണ്. വേദനയായിട്ട് ജനിച്ചവൻ. അവൻ എല്ലാവരെയേക്കാൾ ബഹുമാന്യനായിരുന്നു എന്ന് പറയുക. പേര് വിളിക്കുമ്പോൾ അവനെ വിളിക്കുന്നത് വേദന എന്നാണ്. പക്ഷെ വചനം പറയുന്നു അവൻ എല്ലാവരെയേക്കാൾ ബഹുമാന്യനായിരുന്നു. കാരണം അവൻ പ്രാർത്ഥിച്ചവനായിരുന്നു. ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ വേദനയായിരുന്നവൻ അനുഗ്രഹമായിട്ട് മാറി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തന്നെ ഒരുപക്ഷെ നമ്മളെ നോക്കി പറയാറുണ്ട്, നമ്മൾക്ക് ഉയർച്ചയില്ല, പരാജയപ്പെട്ടവനാണ്, ഞാൻ കൊള്ളില്ലാത്തവനാണ്, പരാജയപ്പെട്ടവനാണ്. നമ്മളെ നോക്കി നമ്മൾ തന്നെ പറയും. മറ്റുള്ളവർ നമ്മളെ നോക്കി പറയും, ഓ അവൻ പരാജയപ്പെട്ടവനാ, അവൻ കൊള്ളില്ലാത്തവനാ, കഴിവില്ലാത്തവനാ. തിരിച്ചറിഞ്ഞുകൊള്ളുക, നീ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, നീ എത്ര പരാജയപ്പെട്ടവനാണെങ്കിലും, എത്രമാത്രം കൊള്ളില്ല എന്ന് നീയും മറ്റുള്ളവരും നിന്നെക്കുറിച്ച് കരുതുന്നുണ്ട് എങ്കിലും നിന്നെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും. നിന്നെ ദൈവം അനുഗ്രഹിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈ യാബസ് ദൈവത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിക്കുകയാണ്, ഞാൻ വേദനയായിരിക്കാം, പക്ഷേ നീ എന്നെ അനുഗ്രഹിക്കണമേ. ലോകം തന്നെ വേദന എന്ന് വിളിക്കുമ്പോൾ ദൈവം തന്നെ അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് യാബസ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിന് 22-ാം തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു.
ദൈവം നിന്നെ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ, ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ നിന്റെ വേദനകൾ, നിന്റെ സഹനങ്ങൾ, നിന്റെ കഷ്ടപ്പാടുകൾ, നിന്റെ പരാജയങ്ങൾ നിന്നെ വിട്ടുമാറുകയുള്ളൂവെന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളുക. ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ മറ്റുള്ളവർ പരാജിതനെന്ന് നിന്നെക്കുറിച്ച് പറയുമ്പോഴും, കൊള്ളില്ല എന്ന് നിന്നെക്കുറിച്ച് പറയുമ്പോഴും, നിന്നെ കൊള്ളുന്നവനും വിജയിക്കുന്നവനുമാക്കി ദൈവം മാറ്റും. ഉൽപ്പത്തി പുസ്തകത്തില് ജോസഫിന്റെ ജീവിതത്തെ നമ്മൾ കാണുന്നുണ്ട്. ജോസഫിനെ സഹോദരന്മാര് കുഴിയിലേക്ക് കൊല്ലാനായിട്ട് തള്ളിയിടുകയാണ്. അവിടെ നിന്നും അവനെ എഴുന്നേൽപ്പിച്ച് കൈപിടിച്ചുയർത്തിയിട്ട് അടിമയായിട്ട് വിൽക്കുക. നാണം കെട്ട് പോകുന്ന ജോസഫ് മറ്റുള്ളവരുടെ മുമ്പിൽ അടിമയായിട്ട് വിൽക്കപ്പെടുക എന്ന് പറയുമ്പോൾ, അതും സ്വന്തം സഹോദരന്മാരാൽ അടിമയായിട്ട് വിൽക്കപ്പെടുക എന്ന് പറയുമ്പോൾ അവൻ അനുഭവിക്കുന്ന ഒരു വേദന അതെത്ര വലുതാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അവൻ്റെ ഹൃദയം തകർന്നിരുന്നു, അവൻ തകർക്കപ്പെട്ടവനായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ അനുഗ്രഹം അവന് ലഭിച്ചപ്പോൾ അവൻ എത്രമാത്രം ഉയർത്തപ്പെട്ടു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നതും വളർത്തുന്നതും. അത് നമ്മൾ മറക്കരുത്. യാബസ് അതുകൊണ്ടാണ് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എന്നെ അനുഗ്രഹിക്കണം. ലോകത്തിന് മുമ്പിൽ ഞാൻ വേദനയായിരിക്കാം, പക്ഷേ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് യാബസ് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? നീ എന്നെ അനുഗ്രഹിക്കണം. നമ്മളൊക്കെ പലപ്പോഴും ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് എന്താ? എൻ്റെ ജോലിയെ അനുഗ്രഹിക്കണം, പഠനത്തെ അനുഗ്രഹിക്കണം, എൻ്റെ കൃഷിയെ അനുഗ്രഹിക്കണം, എൻ്റെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണം, എൻ്റെ മക്കളുടെ ഇൻ്റർവ്യൂവിനെ അനുഗ്രഹിക്കണം, വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളെ അനുഗ്രഹിക്കണം. ഇങ്ങനെ നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ പറഞ്ഞ് നമുക്ക് എന്താവശ്യമുണ്ടോ അത് ദൈവത്തിന് മുമ്പിലേക്ക് പറഞ്ഞിട്ട് നമ്മൾ ദൈവത്തോട് പറയും ഇതിനെ അനുഗ്രഹിക്കണമെന്ന്. യാബസ് പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാവോ? എന്നെ അനുഗ്രഹിക്കണേ, എന്നെ മുഴുവനായും അനുഗ്രഹിക്കണമേ എന്ന് യാബസ് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ ദൈവത്തിന് മുമ്പിൽ പോയി നിന്നിട്ട് എന്നെ മുഴുവനായും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചില നിയോഗങ്ങളൊക്കെ വെക്കാറില്ലേ? ജോലി കിട്ടണം, ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകണം, മക്കൾ ഇൻ്റർവ്യൂ പാസ്സാകണം, വിദേശത്ത് പോകണം, പഠനത്തിൽ വിജയം കിട്ടണം, പരീക്ഷയിൽ വിജയം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നിയോഗം വെക്കാറുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ നിയോഗത്തെ അനുഗ്രഹിക്കണമേ നല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ചിന്ത എന്നെ മുഴുവനായും അനുഗ്രഹിക്കണം. അതാണ് യാബസ് പ്രാർത്ഥിച്ചത്. ദൈവം കേൾക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നെ മുഴുവനായും, ഞാൻ എന്ന വ്യക്തിയെ മുഴുവനായും അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തിന് മുമ്പിൽ നടത്തുന്ന പ്രാർത്ഥനയാണ്. ദൈവം അത് കേൾക്കും. അതാണ് വചനം പറയുന്നത്. ദൈവം ആ പ്രാർത്ഥന കേട്ടു എന്ന്. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ നിന്നെ മുഴുവനായിട്ടും അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തിന് മുമ്പിൽ നീ പ്രാർത്ഥിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 2-ാം തിരുവചനത്തിൽ ദൈവം അബ്രാഹത്തോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമാകും. നിന്റെ പറമ്പിനെ ഞാൻ അനുഗ്രഹിക്കുന്നല്ല പറയുന്നേ, നിന്റെ കന്നുകാലികളെ ഞാൻ അനുഗ്രഹിക്കുന്നല്ല പറയുന്നേ, നിന്റെ സമ്പത്തിനെ ഞാൻ അനുഗ്രഹിക്കുന്നല്ല ഈശോ പറയുന്നത്. നിന്നെ ദൈവം പറയുകയാണ് അബ്രാഹത്തോട്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഠനം മാത്രമല്ല അനുഗ്രഹമായിട്ട് മാറേണ്ടത്, നമ്മുടെ കൃഷി മാത്രമല്ല അനുഗ്രഹമായിട്ട് മാറേണ്ടത്, നമ്മുടെ സമ്പത്ത് മാത്രമല്ല അനുഗ്രഹം. ഞാനെന്ന വ്യക്തി അനുഗ്രഹമായിട്ട് മാറണം. അത് ദൈവം ഞാനെന്ന വ്യക്തിയെ തന്നെ അനുഗ്രഹമാക്കി മാറ്റണം. അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ, ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുകയുള്ളൂ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമ്പത്തിനെ അനുഗ്രഹിക്കണം, രോഗം മാറ്റണം, കടം മാറ്റണം, പരീക്ഷയിൽ വിജയിപ്പിക്കും, ഇത് കിട്ടും. ബാക്കിയുള്ള കാര്യങ്ങളോ? പലപ്പോഴും നമുക്ക് സംതൃപ്തിയില്ല. നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സംതൃപ്തരാണോ? നമുക്ക് വിദേശത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംതൃപ്തരാണോ? നമ്മുടെ മക്കള് പരീക്ഷയിൽ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംതൃപ്തരാണോ? നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കും, അത് കിട്ടും. സംതൃപ്തി നമുക്കില്ല. എന്തുകൊണ്ടാ ഈ സംതൃപ്തി നമുക്കില്ലാത്തത്?
നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല, ഞാനെന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടുന്നില്ല, ഞാനൊരു അനുഗ്രഹമായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനം പറഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ചില നിയോഗങ്ങൾ വെക്കും. അത് മാറ്റി വെച്ചിട്ട് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. ദൈവമേ, എന്നെ, ഞാനെന്ന വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തിന് മുമ്പിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഉറപ്പ്, ആ പ്രാർത്ഥന ദൈവം കേൾക്കും, നിനക്കൊരു സംതൃപ്തി ലഭിക്കും. നീ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കണമെങ്കിൽ എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ, എന്നെ അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് ദൈവത്തിന് മുമ്പിൽ നീ പ്രാർത്ഥിക്കണം. വീണ്ടും ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയാണ്: എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായത്തിൻ്റെ 1, 2, 3 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവ് അരുളി ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടിയാർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക. ഏകാകിനിയുടെ മക്കളാണ് ഭർതൃമതികളുടെ മക്കളേക്കാൾ അധികം. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. നീ ഇരുവശത്തേക്കും അതിരുഭേദിച്ച് വ്യാപിക്കും. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജനനിബിഡമാവുകയും ചെയ്യും. യെശയ്യാ പ്രവാചകൻ വ്യക്തമായിട്ട് പറയുകയാണ്, നിന്റെ കൂടാരത്തിൻ്റെ അതിരുകൾ നീ മാറ്റണം. ഈ അതിരുകൾ ഏതൊക്കെയാ? നിന്നിലുള്ള ഭയം, നിന്നിലുള്ള ആകുലത, നിന്നിലുള്ള നിരാശ, ഇതെല്ലാമാണ് അതിരുകൾ. ഇതിനെ വിസ്തൃതമാക്കണമേ എന്ന് ദൈവത്തിന് മുമ്പിൽ നീ പ്രാർത്ഥിക്കണം. നിന്റെ ഭയത്തെ മാറ്റണം, നിന്റെ ആകുലതയെ മാറ്റണം, നിന്റെ നിരാശയെ മാറ്റണം. ഇതിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ നിന്റെ കാഴ്ചപ്പാടുകൾ വിസ്തൃതമാവുകയുള്ളൂ. നിന്റെ കാഴ്ചപ്പാടുകൾ വിസ്തൃതമാകണം. പലപ്പോഴും ചുരുങ്ങിയ കാഴ്ചപ്പാടിനുള്ളിൽ ജീവിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും. ഇടുങ്ങിയ ചിന്താഗതിക്കാരാ നമ്മൾ ഓരോരുത്തരും. ഞാനും എനിക്ക് ചുറ്റും, ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ആരും കടന്നു വരാറില്ല. ഈ അതിരുകളെ നമ്മൾ ഭേദിക്കണം പ്രിയപ്പെട്ടവരെ. ഇതിനെ മറികടന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം നൽകുകയുള്ളൂ. എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്ന് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റണമെന്നാണ്. എന്നിൽ നിന്ന് നിരാശ മാറ്റണമേ എന്നാണ്, എന്നിൽ നിന്ന് ഭയത്തെ മാറ്റണമേ എന്നാണ്, എന്നിൽ നിന്ന് ആകുലതയെ മാറ്റണമേ എന്നാണ്. ഈ ഒരു ചിന്തയോടെ വേണം ഈ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട്. അതിരുകൾ വിസ്തൃതമാക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ അതിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മുടെ സ്ഥലം നീട്ടിത്തരണമേ എന്നല്ല, നമ്മുടെ കാര്യങ്ങൾ വളർത്തിത്തരണമേ എന്നല്ല. നമ്മുടെ അതിരുകൾ, ചില അതിരുകൾ നമുക്ക് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, ചില അതിരുകളിൽ. ആ അതിരുകളെ മാറ്റുന്നതിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കണം. ദൈവമേ, നിരാശ, ഭയം, ആകുലത, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ മാറ്റണമേ എന്ന് ദൈവത്തിന് മുമ്പിൽ നീ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ജീവിതത്തിന് മുൻപിലുള്ള തിരശീല മാറ്റണം. നീ തകർക്കപ്പെട്ടവനായിരിക്കാം, വേദനയുള്ള വ്യക്തിയായിരിക്കാം. നിന്റെ ജീവിതത്തിന് മുൻപിലുള്ള തിരശീലയെ നീ മാറ്റിയാൽ, നിന്റെ അതിരുകളെ വിസ്തൃതമാക്കാനായിട്ട് നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാത്തതിൻ്റെ കാരണം എന്താ? നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറാത്തതിൻ്റെ കാരണം എന്താ? ചങ്ക് തകർന്ന് ദൈവത്തിന് മുമ്പിൽ നമ്മൾ വിളിക്കാറില്ലേ പലപ്പോഴും? വേദനിച്ച് നിന്ന് കണ്ണുനീരൊഴുക്കി ദൈവമേ എന്ന് നമ്മൾ എത്ര ധ്യാന കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ചങ്ക് തകർന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നത്? ഇന്ന് നിരാശയിലൂടെ നമ്മൾ നടക്കുന്നത്. പലപ്പോഴും നമ്മൾ ഗതികിട്ടാപ്രേതങ്ങളായിട്ട് മാറുന്നില്ലേ? ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി കുറച്ച് നാൾ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ധ്യാന കേന്ദ്രത്തിൽ പോകുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങൾ മാറി മാറി സഞ്ചരിക്കുന്നു. ശരിക്കും ക്രിസ്ത്യാനി ഇന്ന് ഗതികിട്ടാപ്രേതങ്ങളെ പോലെ നടക്കുക.
പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ദൈവം കേൾക്കാത്തതിൻ്റെ കാരണം ജീവിതത്തിൽ തിരശീല മാറ്റാത്തത് കൊണ്ടാണ്. ഈ തിരശീലയെ നമ്മൾ മാറ്റിയാൽ ഭയമാകുന്ന, ആകുലതയാകുന്ന, നിരാശയാകുന്ന, കുറ്റം പറയുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാത്ത, നന്മ ചെയ്യാൻ പറ്റാത്ത തിരശീലകളെ ജീവിതത്തിൽ നിന്ന് മാറ്റി കാഴ്ചപ്പാടുകൾ വിസ്തൃതമാക്കിയാൽ ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളുക. നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന പ്രാർത്ഥനയായിട്ട് മാറും. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടുകളെ സമർപ്പിച്ച് കാഴ്ചപ്പാടുകളെ വിസ്തൃതമാക്കണമേ എന്ന് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൻ്റെ 18-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനം, അവിടുന്ന് എന്നെ വിശാലതയിലേക്ക് നയിച്ചു. ദൈവം വിശാലതയിലേക്ക് നയിക്കുന്നവനാ, ചുരുങ്ങിയ സ്ഥലത്ത് നിർത്തുന്നവനല്ല, ഇടുങ്ങിയ സ്ഥലത്ത് നിർത്തുന്നവനല്ല ദൈവം. നമ്മളെയൊക്കെ വിശാലതയിലേക്ക് നയിക്കും ദൈവം. വിശാലതയിലേക്ക് ദൈവം നമ്മളെ നയിക്കണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. ജീവിതത്തിൽ തിരശീലയായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അത് മാറ്റാനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. 3-ാമത്തെ കാര്യം, അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കണം. യാബസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണം, അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണം. ദൈവം തന്നെ കൂടെ ഉണ്ടായിരിക്കാൻ വേണ്ടി ദൈവത്തോട് യാബസ് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കരം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ കൂടെ ഉണ്ടായിരിക്കണം. നമ്മളിൽ എത്ര പേര് ആഗ്രഹിക്കാറുണ്ട്, ദൈവമേ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേന്ന്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് ആവശ്യം. ദൈവത്തെ പലപ്പോഴും നമുക്ക് ആവശ്യമില്ല. നമ്മളൊക്കെ ധ്യാനകേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ശുശ്രൂഷയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഈ വചനം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവമേ നീ എൻ്റെ കൂടെ വരണമെന്ന് പ്രാർത്ഥിക്കാനുണ്ടോ? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താ? ദൈവമേ എനിക്ക് ജോലി തരണം, ദൈവമേ എനിക്ക് മറ്റു പല കാര്യങ്ങളും തരണം, എൻ്റെ മക്കളെ പരീക്ഷയിൽ വിജയിപ്പിക്കണം, എൻ്റെ കടം മാറ്റണം, പുതിയൊരു വീട് തരണം, വാഹനം തരണം. ഇങ്ങനെ ലഭിക്കേണ്ട നീണ്ട ഒരു ലിസ്റ്റ് നമുക്കുണ്ട്. ഈ വചനം ആത്മീയ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾ ആയിരക്കണക്കിന് പ്രാവശ്യം എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടില്ലേ? അങ്ങനെ ഒത്തിരി പേരുണ്ട്, എനിക്കറിയാം. ഒത്തിരി പേര് ഈ വചനം എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞ, അച്ഛാ ഈ വചനം ഞാൻ 1000 പ്രാവശ്യം എഴുതി, പക്ഷെ അനുഗ്രഹം കിട്ടിയില്ല, ഞാൻ സമർപ്പിച്ച കാര്യം കിട്ടിയില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യാബസ് പ്രാർത്ഥിച്ച്, ദൈവമേ നിന്റെ കരം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, നീ എപ്പോഴും എൻ്റെ കൺമുൻപിൽ ഉണ്ടായിരിക്കണം, എൻ്റെ അരികിൽ ഉണ്ടായിരിക്കണമെന്ന് യാബസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ദൈവത്തിന് അനുഗ്രഹം വേണം, രോഗം മാറണം, കടം മാറണം, ബാധ്യതകൾ മാറണം, ജോലി കിട്ടണം, വീട് കിട്ടണം, സ്ഥലം കിട്ടണം, ഇങ്ങനെ പല കാര്യങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നീ എൻ്റെ കൂടെ വരണമെന്ന് നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 33-ാമത്തെ അധ്യായത്തിൻ്റെ 14-ഉം 15-ഉം തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ വരികയാണ്. അപ്പോൾ മോശ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞയക്കരുതേ. മോശ ദൈവത്തോട് പറയാ, നീ ഞങ്ങളുടെ കൂടെ വരണം, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞയക്കരുതേ എന്ന് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇൻ്റർവ്യൂവിന് എന്നെ വിജയിപ്പിക്കണം എന്നല്ല പ്രാർത്ഥിക്കേണ്ട, ഉപരി നീ കൂടെ വരണം. ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്നെ പരീക്ഷയിൽ വിജയിപ്പിക്കണമേ എന്നല്ല പ്രാർത്ഥിക്കണം, നീ എൻ്റെ കൂടെ വരണം. എനിക്ക് രോഗമുള്ളപ്പോൾ നീ എൻ്റെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിക്കണം. കടങ്ങളുള്ളപ്പോൾ നീ എൻ്റെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നോ, നീ എൻ്റെ കൂടെ വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. നീ വന്നില്ലെങ്കിൽ പറഞ്ഞയക്കരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. മോശ പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും, അത് ഉറപ്പാണ് എന്ന് വചനം പഠിപ്പിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൽ സാംസനെ നമ്മൾ കാണുന്നുണ്ട്. സാംസൺ ദൈവിക ശക്തിയാൽ നിറഞ്ഞ് വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്നാൽ പിന്നീട് അവൻ പാപം ചെയ്തപ്പോൾ ദൈവ സാന്നിധ്യം അവനിൽ നിന്ന് അകന്നു പോയത് അവൻ അറിഞ്ഞില്ല. ഫിലിസ്ത്യര് ആക്രമിക്കാനായിട്ട് വരുമ്പോൾ ദലീല അവനോട് പറയുന്നുണ്ട് അവരാക്രമിക്കാൻ വരുന്നു എന്ന്. അപ്പോൾ അവൻ അവരോട് പറയുകയാണ്, ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും,
കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. അവൻ പറയുന്നത് ഇങ്ങനെയാ, ഞാൻ രക്ഷപ്പെടും, ഞാൻ എന്നെ തന്നെ സ്വതന്ത്രനാക്കും. ദൈവം അവനെ വിട്ടുപോയി എന്ന്. ദൈവം കൂടെ ഇല്ലാതിരുന്നത് കൊണ്ട് അവൻ പരാജിതനായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, ദൈവത്തെ കൊണ്ടുപോകുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ് നമ്മളൊക്കെ ചോദിക്കുന്നത് എങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവാനുഗ്രഹം ചോദിക്കുന്നതിൻ്റെ അപ്പുറത്ത് നീ ദൈവത്തെ തന്നെ ചോദിക്കാം. നീ എൻ്റെ കൂടെ വരണമേ. നീ ഏത് കാര്യത്തിന് പോയാലും, എന്ത് ചെയ്താലും, എന്ത് പറഞ്ഞാലും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ നീ എൻ്റെ കൂടെ വരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. നിന്റെ ജീവിതത്തിൽ നിന്നെ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ മാറ്റി നിർത്തിയാലും, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ വിജയിക്കും, ഉറപ്പാത്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി തന്നെ നീ എപ്പോഴും പ്രാർത്ഥിക്കുക. വീണ്ടും യാബസ് പ്രാർത്ഥിക്കുകയാണ്, വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 17-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാം തിരുവചനത്തിൽ ഈശോനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് സഹനങ്ങൾ ഉണ്ടാകില്ല, വേദനകൾ ഉണ്ടാവില്ല, പ്രലോഭനങ്ങൾ ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഈ സഹനങ്ങളിലും വേദനകളിലും പ്രലോഭനങ്ങളും ഞാൻ നിന്നെ കാത്തുകൊള്ളുമെന്ന് ഈശോ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ഈശോയോട് പ്രാർത്ഥിക്കണം, വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളണമേ, എൻ്റെ സഹനങ്ങളിൽ എന്നെ കാത്തുകൊള്ളണമേ, എൻ്റെ വേദനകളിൽ എന്നെ കാത്തുകൊള്ളണമേ, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നെ കാത്തുകൊള്ളണമേ എന്ന് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, അത് ഉള്ളിലിട്ടുകൊണ്ട് നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ലോകം വേദന എന്ന് വിളിച്ചിരുന്ന യാബസ് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് മാറിയത് അവൻ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. അവൻ പ്രാർത്ഥിച്ചത് മറ്റൊന്നുമല്ല, അവൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ദൈവമേ, അങ്ങ് ഞാനെന്ന വ്യക്തിയെ അനുഗ്രഹിക്കണമേ. നീ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എന്നെ മുഴുവനായി, ഞാനെന്ന വ്യക്തിയെ, ഏതാനും അനുഗ്രഹങ്ങളെയല്ല, ഞാനെന്ന വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തിരശ്ശീല ഏതൊക്കെയാണ് എന്ന് നീ തിരിച്ചറിയണം. നിന്റെ ഭയം, ആകുലത, നിന്നിലുള്ള ദുഷ്ടത, അതിനെ മാറ്റി എൻ്റെ കാഴ്ചപ്പാടുകളെ വിസ്തൃതമാക്കണമേ എന്ന് ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. നിന്റെ കരം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ നീ തന്നെ എൻ്റെ കൂടെ വരണമേ. ഏതാനും നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയല്ല, അതിനുവേണ്ടി നീ യാചിക്കുകയല്ല ചെയ്യേണ്ടത്, നീ തന്നെ എൻ്റെ കൂടെ വരണമേ എന്ന് നീ പ്രാർത്ഥിക്കണം. സഹനങ്ങളിലും വേദനകളിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന ദൈവം കേൾക്കും. കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ നല്ല ഈശോയെ, നല്ല ചിന്തകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. യാബസ് വേദനയായിരുന്നല്ലോ, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ടും ബഹുമാനിക്കപ്പെട്ടവനായിട്ടും മാറിയത് ദൈവമേ നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി യാചിച്ചപ്പോഴാണ്. നീ അനുഗ്രഹിച്ചപ്പോൾ അവൻ ഉയർത്തപ്പെട്ടു. എൻ്റെ ജീവിതത്തെയും അനുഗ്രഹിക്കണമേ. നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഈശോയെ. വേദനകളിൽ എന്നെ കാത്തുകൊള്ളണമേ.